ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും രണ്ട് വിധത്തിലാണ്. അതിനെക്കുറിച്ചാണ് സദൃശവാക്യം 30-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആർ എന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. എക്കാലത്തുമുള്ള ദൈവവിശ്വാസികൾക്ക് ബലം പകരുന്ന ഒരു വചനമാണ് ഇന്നത്തെ വചനം. ഇതൊരു മുന്നറിയിപ്പും കൂടി ആകുന്നു. ഒരുപാട് കാര്യങ്ങൾ നാം അതിജീവിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ട് പോകാതിരിപ്പാൻ. കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ നാം ഒരുപാട് പരിശോധനകളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നുള്ളത്. സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ല എന്നായിരുന്നു യേശു പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആർ എന്ന് ചോദിപ്പാൻ. അതൊരു വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഭൗതികമായ ധനസമൃദ്ധിയും ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും എല്ലാവരാലും അറിയപ്പെടുന്ന ജീവിതവും പലർക്കും ദൈവം അനുവദിക്കുമ്പോൾ അത് നിമിത്തം വിശ്വാസം തള്ളിക്കളഞ്ഞ ഒരുപാട് ആളുകളെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. എന്നാൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. ഭൗതികമായി നമുക്ക് ധനസമൃദ്ധി ഉണ്ടായേക്കാം, ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം, പദവികളൊക്കെ നമുക്ക് കിട്ടിയെന്ന് വന്നേക്കാം, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടായേക്കാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം നാം കാത്തു സൂക്ഷിക്കാറുണ്ടോ? പലപ്പോഴും അവിടെ വിശ്വാസത്തെ തള്ളിക്കളയുന്ന ആളുകളായിട്ടാണ് ഇക്കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധനവും സ്ഥാനമാനങ്ങളും ഒരുത്തനെ ലോകത്തിലേക്ക് ആകർഷിച്ച് ലൗകികനാക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിൽ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകും. അതുകൊണ്ടാണ് വചനത്തിൽ ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവമേ നീ ആർ എന്ന് പറഞ്ഞ് നിന്നെ നിഷേധിപ്പാൻ എനിക്ക് സംഗതി വരരുത്. രണ്ടാമത്, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാൻ സംഗതി വരരുത് എന്നുള്ളതാണ്. ഭൗതിക നന്മകൾ ഒന്നും ഇല്ലാത്ത, കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കയ്പുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പഴികളുടെയും അവഗണനകളുടെയും ഉപദ്രവങ്ങളുടെയും കണ്ണുനീർ താഴ്വരകളെ തരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഈ പരിശോധനയിൽ നിലനിൽക്കാതെ വിശ്വാസം തള്ളിക്കളഞ്ഞവരുണ്ട്, വിട്ടുഴന്ന് പോയവരുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും വിശ്വാസത്തിൻ്റെ പരിശോധനകൾ. പലരെ സംബന്ധിച്ചും ഈ പരിശോധനകളിൽ പരാജയപ്പെട്ടു പോകുന്നത് നാം കാണുന്നു. എന്നാൽ പരിശോധനകൾ ദൈവം അനുവദിക്കുമ്പോൾ അതിനെ അതിജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരുവൻ എത്ര പ്രസിദ്ധനായി തീർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുവോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തിൻ്റെ മുമ്പാകെ അംഗീകരിക്കപ്പെടുന്നത്.
വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു, പൂർത്തി വരുത്തുന്നവനാണ് യേശു. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായിട്ടില്ല. യേശു പോയ പാത മനസ്സിലാക്കിയ ആ പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊരിക്കലും പരാജയം സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് സമൃദ്ധിയുടെ കാലങ്ങളിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും ദുരിതത്തിൻ്റെ ഇല്ലായ്മയുടെ കാലങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ രണ്ടനുഭവങ്ങളും നമുക്കുണ്ടാകാം. ഏതനുഭവങ്ങൾ വന്നാലും കർത്താവിനെ മുറുകെ പിടിക്കണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ തളർന്നും തകർന്നും പോകാതെ ഈ പരിശോധനകളെ അതിജീവിപ്പാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള പരിഹാരമാർഗം. അതിന് ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവെ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ വിശ്വാസം തള്ളിക്കളഞ്ഞവർ തിരിച്ചു വരുവാനും ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവർ ശക്തിപ്പെടുവാനും കർത്താവ് കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.